പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോയിൻറ്റുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കി. ഇന്നും നമുക്ക് പോയിൻറ്റുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യം കൂടി മനസ്സിലാക്കാം. നമുക്ക് വളരെയധികം ഉപകാരമുള്ള കാര്യമായിരിക്കും. എന്താണെന്ന് നോക്കാം. ആദ്യം പോയിൻറ്റുകൾ എടുക്കുക. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുന്നു. തൽക്കാലം ഗ്രിഡ് ഞാൻ മാറ്റി വെക്കുകയാണ്. ആക്സ് മാറ്റി വെക്കുന്നു. ഗ്രിഡ് അടന്നോട്ടെ. നമുക്ക് ഇവിടെ എ എന്ന പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ കോർഡിനേറ്റ് നമുക്കൊരു 6 ആണ്. ഇതിപ്പോൾ കോർഡിനേറ്റ് 2 6 ആയി. നമുക്ക് ഈ 2 എ എന്ന കോർഡിനേറ്റിൻ്റെ എ എന്ന പോയിൻറ്റിൻ്റെ 2 എന്ന എക്സ് കോർഡിനേറ്റ് എങ്ങനെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റുക? അത് നമ്മൾ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇൻപുട്ട് ബോക്സിൽ സ്മോൾ ലെറ്റർ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ദാറ്റ് മീൻസ് എക്സ് കോർഡിനേറ്റ് ഓഫ് ബ്രാക്കറ്റിൽ എ എന്ന് കാണിക്കുക. ഇതിൻ്റെ അർത്ഥം എ എന്ന പോയിൻ്റ് എക്സ് കോർഡിനേറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ എന്ന പോയിൻ്റ് എക്സ് കോർഡിനേറ്റ് കിട്ടാൻ നമ്മൾ എപ്പോഴും എക്സിന് ശേഷം ആ പോയിൻ്റ് പേര് ബ്രാക്കറ്റിൽ പറഞ്ഞാൽ മതി. ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു. നോക്കൂ, അങ്ങനെ ടൈപ്പ് ചെയ്തതുകൊണ്ട് തന്നെ എ എന്ന പോയിൻ്റ് 2 എന്ന എക്സ് കോർഡിനേറ്റ് വന്നിട്ടുണ്ട്. എൻ്റർ ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വൈ കോർഡിനേറ്റ് അതിൻ്റെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സിന് പകരം വൈ എന്ന് ടൈപ്പ് ചെയ്യണം. ഇൻപുട്ട് ബോക്സിൽ ബ്രാക്കറ്റ് ഇടുന്നു. ക്യാപിറ്റൽ എ ഏതാണ് പോയിൻ്റ് ആ പേരോട് കൊടുക്കുന്നു. നോക്കൂ, അപ്പോൾ കൊടുത്ത പാടന്നെ 6 വന്നിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ നമുക്ക് എ എന്നുള്ളത് എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റിനെയും ബി എന്നുള്ളത് എ എന്ന പോയിൻ്റ് വൈ കോർഡിനേറ്റ് സൂചിപ്പിക്കുന്ന ഒരു 2 വാല്യൂസ് ആയിട്ട് നമ്മളിവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എയുമായി ബന്ധപ്പെട്ട് ഈ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പുതിയ നമ്പേഴ്സ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. നോക്കൂ, ഈ എക്സിൽ നിന്ന് നമുക്ക് ഈ എ എന്ന പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഇടുന്നു. എന്നിട്ട് എ എന്ന് ടൈപ്പ് ചെയ്യും. നമുക്കൊരു എ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എ എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്. അതിനോട് ഞാനൊരു 3 ആഡ് ചെയ്യുന്നു. എന്നിട്ടിപ്പോൾ എക്സ് കോർഡിനേറ്റിനോട് ഞാൻ 3 ആഡ് ചെയ്തു, കോമ 2. ഇനി എ എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എൻ്റെ പേര് ബി ആണ്. അതിനോട് ഞാനൊരു നോക്കൂ, ഒരു 3 ആഡ് ചെയ്ത് നോക്കുന്നു. എ ഒരു 3 സെൻറ്റിമീറ്റർ കൊണ്ട് മാറിയായി കാണാം ഏകദേശം. ഇനി നമുക്ക് ബിനോട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 3 തന്നെ കൊടുക്കാം തൽക്കാലത്തേക്ക്, ഒരേപോലെ ആയിക്കോട്ടെ. അപ്പോൾ നോക്കൂ, എ എന്ന പോയിന്റിൽ നിന്നും എക്സ് കോർഡിനേറ്റ് 3 ആഡ് ചെയ്തു, വൈ കോർഡിനേറ്റ് 3 ആഡ് ചെയ്തു. അതായത് 3 ഡിസ്റ്റൻസിൽ മറ്റൊരു പോയിന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എൻ്റർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പേര് ബി ആണ്. ഇനി നമ്മൾ വെനവർ എപ്പോഴൊക്കെ നമ്മൾ എ മൂവ് ചെയ്യുന്നു, അപ്പോൾ ബി അതിൻ്റെ കൂടെ ഇങ്ങനെ വന്നു ഉണ്ടോ? കാരണം എപ്പോഴും ബി എയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. എൻ്റെ എക്സ് കോർഡിനേറ്റ് വയ്ക്കുന്നുണ്ട് 3 ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ബി ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്ക് ഈ എൻ്റെ കൂടെ എപ്പോഴും ബി ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇത് വലിയൊരു ഉപകാരമുള്ള കാര്യമാണ്. ഒരു പോയിൻറ്റിൻ്റെ എക്സും വൈയും കോർഡിനേറ്റ്സ് എടുക്കാൻ നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്.